പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 30-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ 5-ാമത്തെയും അവസാനത്തേതുമായ വിശുദ്ധ ദിനത്തിലേക്ക് നാം ഏവരും പ്രവേശിച്ചിരിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ വിശുദ്ധ ദിനം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 25-ാം അധ്യായം 34-ാം വാക്യം. 1 സാമുവേൽ ചാപ്റ്റർ 25 വേഴ്സ് 34 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റു വന്നിരുന്നില്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്കും പുരുഷപ്രജയൊന്നും നാബാലിന് ശേഷിക്കയില്ലായിരുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 25-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് രാജാവായ ദാവീദും നാബാലും അദ്ദേഹത്തിന്റെ ഭാര്യയായ അബീഗയിലും പിന്നീട് ചില ബാല്യക്കാരും പടയാളികളുമാണ്. ഈ സംഭവം നമുക്ക് ഏവർക്കും വളരെ പരിചിതമാണ്. ദുഷ്ടനായ നിഷ്ഠൂരനായ മഹാധനവാനായ നാബാൽ. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അബീഗയിൽ സുന്ദരിയും വിവേകിയുമായിരുന്നു. ഇതാ ദാവീദിന്റെ ബാല്യക്കാർ നാബാലിന്റെ അടുക്കൽ ചെല്ലുന്നു. നാബാലിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. നാബാല് ചോദിക്കുകയാണ്, ദാവീദാർ, ഇശായിയുടെ പുത്രനാർ? എനിക്കറിയാൻ വയ്യാത്ത ആളുകൾക്ക് ഞാനൊന്നും കൊടുക്കുകയില്ല. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, മാംസമെല്ലാം എന്റെ ഇടയന്മാർക്കാണ്. അങ്ങനെ ദാവീദിനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നാണം കെടുത്തിച്ചു. അത് സഹിക്കാൻ വയ്യാതെ ദാവീദ് തന്റെ വാൾ അരയ്ക്ക് കെട്ടി 400 കൂട്ടുപടയാളികളുമായി ഇറങ്ങിത്തിരിക്കുന്നു. ബാല്യക്കാരൻ വഴി നാബാലിന്റെ ഭാര്യ അബീഗയിൽ ഈ വിവരം അറിയുകയും വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ദാവീദിനെ വഴിയിൽ കാണുകയും ദാവീദിനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അനുനയിപ്പിച്ച് വേണ്ട വിധത്തിൽ എതിരേറ്റ് സമ്മാനങ്ങൾ കൈമാറിയപ്പോൾ ദാവീദ് അബീഗയിലിനോട് പറഞ്ഞ വാക്കുകളാണ് 34-ാം വാക്യമായ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. അതെ, എന്നെ വഴിയിൽ തടുത്ത സ്വർഗത്തിലെ ദൈവം, അതിന് കാരണക്കാരി നീയാണ്. എന്നെ വഴിയിൽ തടുത്തില്ലായിരുന്നുവെങ്കിൽ നേരം പുലരുമ്പോഴേക്കും നാബാലിന്റെ കൂട്ടത്തിൽ പുരുഷപ്രജയൊന്നുമില്ലാതെ ഞാൻ സംഹരിച്ചു കളഞ്ഞേനെ. ഇതിനെക്കുറിച്ച് ഒരു വലിയ വിശകലനത്തിന്റെ ആവശ്യം നമുക്കില്ല. സാഹചര്യങ്ങൾ അറിയാം, വചനഭാഗം നമുക്ക് പരിചിതവുമാണ്. ഒരു കാര്യം ഈ വിശുദ്ധ ദിനം അതിരാവിലെ നാം ഓരോരുത്തരും ഓർക്കണം. ഇന്ന് 2025 മാർച്ച് 30-ാം തീയതി ഞായറാഴ്ച രാവിലെ നാം ജീവനോടെ ഇരിക്കുവാൻ കാരണം നാം നേരിടേണ്ടതായ ന്യായവിധി, ശിക്ഷ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ
ഒരുവൻ നമ്മുടെ മേൽ ഏൽക്കാതെ വഴിയിൽ തടഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതേ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെ ശാപം സ്വന്തം ശിരസിൽ വഹിച്ചവൻ, പാപം നമുക്ക് വേണ്ടി ചുമന്നൊഴിച്ചവൻ, രോഗങ്ങളെ ഏറ്റവൻ, മുറിവുകളെ ഏറ്റവൻ, അറുക്കാൻ പിടിച്ച ആടിനെ പോലെ മിണ്ടാതെയിരുന്നവൻ, സ്വർഗത്തിന്റെ സകല മഹിമയും വിട്ട് ഈ താണലോകത്തിലേക്ക് വന്ന് മറിയയുടെ പുത്രനെന്ന് നിന്ദാപാത്രമായ പേർവിളി ഏറ്റവൻ, പാപികളോടും ചുങ്കക്കാരോടും കൂടെ വസിക്കുന്നവനെന്ന് വിളിക്കപ്പെട്ടവൻ. അതെ, ഈ കർത്താവ് നമ്മുടെ സകലതും ഏറ്റെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ കാരണം നാം സഹിക്കേണ്ടി വന്ന പല കാര്യങ്ങളും ഒഴിവാകുവാൻ നമുക്ക് വേണ്ടി ഇടവിൽ നിന്ന് മധ്യസ്ഥത അണച്ച പ്രാർത്ഥിച്ച നമ്മുടെ മാതാപിതാക്കൾ, ചില ദൈവദാസി ദാസന്മാർ നമ്മളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മെ ശത്രു തൊടാതെ വണ്ണം, നമ്മുടെ തലമുറയെ ശത്രു തൊടാതെ വണ്ണം, നമ്മുടെ അനുഗ്രഹത്തെ ശത്രു ഛേദിച്ചു കളയാതെ വണ്ണം ദാവീദിന്റെ വാക്ക് കടമെടുത്താൽ, നേരം പുലരുന്നതിന് മുൻപേ നാബാലേ, നിന്റെ കുടുംബത്തിൽ ഒരു പുരുഷ പ്രജ പോലും ഇല്ലാതെ വണ്ണം നിശേഷം സംഹരിക്കേണ്ടിയിരുന്നിടത്ത് വിവേകമുള്ള അബീഗയിലിന്റെ ഇടപെടൽ സ്വർഗത്തിലെ ദൈവം ഈ ഹീനകൃത്യത്തിൽ നിന്നും എന്നെ തടഞ്ഞിരിക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടതായ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ഇവയെല്ലാം സ്വർഗത്തിലെ ദൈവം തടഞ്ഞിരിക്കുകയാണ്. അകത്തോട്ട് പോകുന്ന ശ്വാസം പുറത്തോട്ട് വിടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതം അവിടെ കൊണ്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം എത്രയാകുന്നു. വയലിലെ പൂ പോലെയാണ് നമ്മുടെ ജീവിതം. എന്തെല്ലാം ഉണ്ടെങ്കിലും, എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, ഏതിന്റെ എല്ലാം പേരിൽ പിണക്കങ്ങളും വാശികളും കാണിച്ചാലും എല്ലാം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. അങ്ങനെ നാം വാശിയോടും വൈരാഗ്യത്തോടും സ്നേഹമില്ലായ്മയോടും ആരാധനയില്ലാതെ ദൈവമില്ലാതെ ജീവിക്കാനല്ല, ശത്രുവിനെ വഴിയിൽ തടഞ്ഞ് എനിക്കും നിങ്ങൾക്കും ആരോഗ്യമുള്ള, സന്തോഷമുള്ള, നന്മയുള്ള ഈ ജീവിതം ദൈവം ദാനം നൽകിയത് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനാ, ദൈവഹിതമനുസരിച്ച് മുൻപോട്ട് പോകുവാനാ. അതുകൊണ്ട് ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവാലയത്തിൽ ആരാധനകൾക്കായി പോകുവാൻ തയ്യാറാകുന്ന വാർദ്ധക്യ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ സഭയുടെ മേൽ, ദേശത്തിന്മേൽ നാബാലിന് നേരെ ചെന്ന ദാവീദിന്റെ വാള് പോലെ യാതൊരുവിധ വാളുകളും ശാപങ്ങളും തിന്മദോഷങ്ങളും ദേശാധിപതി ശക്തികളും തൊടാതിരിക്കുവാൻ നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദൂരെയായിരിക്കാം, ജോലിയിലായിരിക്കാം, കുടുംബജീവിതത്തിലായിരിക്കാം, വിദ്യാഭ്യാസത്തിലായിരിക്കാം, നമ്മോടൊപ്പമുള്ളവരുണ്ടായിരിക്കാം, വേദനയിൽ, വിഷമത്തിൽ, ഭാരത്തിൽ കഴിഞ്ഞു പോകുന്നവരുണ്ടാവാം. എല്ലാവരെയും ഓർത്ത് ശക്തമായി പ്രാർത്ഥിക്കാം. ഇന്നിന്റെ വഴുവഴുപ്പിന്റെ, തകർച്ചയുടെ, പ്രലോഭനങ്ങളുടെ ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെടാതെ വേണം ദൈവകൃപ കൊണ്ടവരെ പൊതിയേണ്ടതിനും
ശത്രുവിനെ വഴിയിൽ തടയേണ്ടതിനും ശക്തമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് താങ്ങും തണലും കാവലും കോട്ടയുമാകട്ടെ. ഇന്നത്തെ ദിനം എല്ലാ നിലകളും അനുഗ്രഹമാകുകയും സ്വർഗീയ പരിരക്ഷ സംരക്ഷണം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ വിശുദ്ധ ദിനത്തിന്റെ അതിരാവിലെ സമയത്തിനായി സ്തോത്രം. 2025 3-ാം മാസത്തിന്റെ അവസാന വിശുദ്ധ ദിനം ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയല്ലോ. നാബാലിനെയും കുടുംബത്തെയും പുരുഷ പ്രജയും തകർക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദാവീദിനെ വഴിയിൽ തടയത്തക്കവണ്ണം അബീഗയിലിന് സ്വർഗം വിവേകം നൽകി, പരിജ്ഞാനം നൽകി. അങ്ങനെ ദൈവം അബീഗയിലിന്റെ സമയോചിതമായ ഇടപെടലിനെ മാനിച്ചുവെങ്കിൽ അപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന യുവതലമുറയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി ഞങ്ങളിതാ മുട്ടിപ്പായി ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കുകയും സകല തിന്മദോഷങ്ങളിൽ നിന്നും, സാത്താന്യ ശക്തികളിൽ നിന്നും, എല്ലാ ദുർശക്തികളിൽ നിന്നും, എല്ലാ ദുരാത്മാവിൽ നിന്നും സകലരെയും വിടുവിക്കണമേ. ദൈവകൃപ വ്യാപരിക്കണമേ. സ്വർഗീയ അനുഗ്രഹത്താൽ പൊതിയണമേ. അങ്ങനെ ഈ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, അബീഗയിലിന്റെ സമയോചിതമായ വിവേകപൂർവമായ ഇടപെടൽ, ദാവീദിനോടുള്ള സമീപനം ദാവീദിനെ തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ ഇടയാക്കി. നമ്മുടെ മേൽ വരുന്ന എല്ലാവിധ തിന്മദോഷങ്ങളും അന്ധകാര ശക്തികളും പ്രാർത്ഥന എന്ന വലിയ ശക്തിയാൽ ഒഴിഞ്ഞു പോകട്ടെ, മാറിപ്പോകട്ടെ. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അതെ, അബീഗയിൽ ഇടപെട്ടതുകൊണ്ട് നാബാലിന്റെ കുടുംബം നിലനിന്നതുപോലെ നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാം, കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാം, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാം. സകല സാത്താന്യ തന്ത്രങ്ങളും ന്യായവിധികളും മാറിപ്പോവട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും വിടുതലിന്റെയും ദിനമാവട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയും സമാധാനവും ജീവജലം ശ്രവിക്കുന്ന ഏവരുടെ മേലും സദാകാലവും ഉണ്ടായിരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.